ടൂറിസം മേഖലയ്ക്ക് ഉണർവേകാനും സഞ്ചാരികൾക്ക് കൗതുക കാഴ്ചകൾ കണ്ടുമടങ്ങാനും മെഗാ ടൂറിസം സർക്യൂട്ട് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആലപ്പുഴയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ പദ്ധതികൾ അടുത്ത മാസം നാടിന് സമർപ്പിക്കും. തോട്ടപ്പള്ളി കുട്ടികളുടെ പാർക്ക്, ഹൗസ് ബോട്ട് ടെർമിനൽ, അരക്കുറ്റി ടെർമിനൽ, പുന്നമട വട്ടക്കായൽ ഹൗസ് ബോട്ട് ടെർമിനൽ, താമസത്തിനുള്ള കെട്ടിടം, ഫിനിഷിംഗ് പോയിന്റിലെ ടെർമിനൽ, കായംകുളം കനാൽ തീരം നവീകരണം, അന്ധകാരനഴി ആലപ്പുഴയിലെ കനാൽ നവീകരണം, പടഹാരം, നെടുമുടി, കഞ്ഞിപ്പാടം, ബോട്ട് ജെട്ടികൾ, അർത്തുങ്കൽ, കന്നിട്ടച്ചിറ, വയ്യങ്കാരച്ചിറ എന്നിവിടങ്ങളിലെ പദ്ധതികളാണ് പൂർത്തിയായത്. 2014 കേന്ദ്ര സർക്കാർ ടൂറിസം സർക്യൂട്ട് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 52.25 കോടി രൂപ അനുവദിച്ചിരുന്നു. സംസ്ഥാന വീതമായ 4 കോടി രൂപ കൂടി ഉൾപ്പെടുത്തിയാണ് പദ്ധതികൾ തയ്യാറാക്കിയത്. തോട്ടപ്പള്ളിയിലെ 2 പദ്ധതികളും 2018 പൂർത്തിയായതാണ്. തീരപരിപാലനത്തിന്റെ പേരിൽ കെട്ടിട നമ്പർ ലഭിക്കാത്തതിനാലാണ് ഉദ്ഘാടനം വൈകിയത്. കെട്ടിട നമ്പർ ലഭിച്ചതിനാൽ വൈദ്യുതി കണക്ഷൻ കിട്ടിയാലുടൻ ഉദ്ഘാടനം നടക്കും. 100ഓളം ഹൗസ് ബോട്ടുകൾക്ക് പാർക്ക് ചെയ്യാവുന്ന ടെർമിനലാണിത്. പ്രവർത്തനം ആരംഭിക്കാത്തതിനാൽ പീലിംഗ് ഷെഡിൽ നിന്നുള്ള ചെമ്മീൻ തോട് രാത്രിയിൽ വാഹനങ്ങളിൽ കൊണ്ടുവന്ന് പുഴയിലേക്ക് തള്ളുന്നത് ടെർമിനലിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നാണ്. സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായിരിക്കുകയാണ് പ്രദേശം. കാട് കയറിയ പാർക്കും പരിസരവും ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശാനുസരണം തൊഴിലുറപ്പ് തൊഴിലാളികൾ വൃത്തിയാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പുന്നമട വട്ടക്കായലിൽ സഞ്ചാരികൾക്ക് താമസിക്കാൻ നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വൈകാൻ കാരണം വസ്തു ഉടമയ്ക്ക് നഷ്ടപരിഹാരം നൽകുന്നതിലെ തർക്കമാണ്. ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശത്തെ തുടർന്ന് സംയുക്ത വാല്യുവേഷൻ പൂർത്തിയാക്കി. തർക്കവസ്തുവിന് പുറത്ത് നിർമ്മിച്ച റാമ്പ്, ടെർമിനലുകൾ എന്നിവ അടുത്ത മാസം സമർപ്പിക്കും. നിർമ്മിതിക്കാണ് നിർമ്മാണ മേൽനോട്ടം. നവീകരണം പൂർത്തിയായ തോട്ടപ്പള്ളി ബീച്ചിലെ കുട്ടികളുടെ പാർക്കും, തോട്ടപ്പള്ളി ഹൗസ് ബോട്ട് ടെർമിനൽ, കായംകുളത്തെ കായൽ നവീകരണവും ഓഡിറ്റോറിയവും, കാവാലം, പുന്നമട, പടഹാരം, അർത്തുങ്കൽ പദ്ധതികളും അടുത്ത മാസം ഉദ്ഘാടനം ചെയ്യും. കായംകുളത്തെ കായൽ നവീകരണ പദ്ധതി അന്തിമഘട്ടത്തിലാണ്. ചുറ്റുമതിൽ, ഓഡിറ്റോറിയം എന്നിവയുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. കായലിന്റെ ഇരുവശവും സൗന്ദര്യവൽക്കരണം പൂർത്തിയായി. അതേസമയം കാസർഗോഡ് തിരുവനന്തപുരം 6 വരി ദേശീയപാതയുടെ പണി ഈ വർഷം ഡിസംബറിൽ പൂർത്തിയാകുന്നതോടെ മലബാറിലെ ടൂറിസം രംഗത്ത് വൻ കുതിച്ചുചാട്ടമുണ്ടാകും. ഇതിലൂടെ മലപ്പുറത്തിനുണ്ടാകാൻ പോകുന്നത് വൻ കുതിച്ചുചാട്ടമാണെന്ന് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് വ്യക്തമാക്കിയിരുന്നു. മലബാറിലെ ടൂറിസം വികസനത്തിലൂടെ സംസ്ഥാനത്തിന്റെ ആകെ വികസനമാണ് നടക്കുന്നതെന്നും സംസ്ഥാന ടൂറിസം വകുപ്പ് കോഴിക്കോട് സംഘടിപ്പിച്ച മീറ്റിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. പൊതുമരാമത്ത് വകുപ്പ് റെസ്റ്റ് ഹൌസുകൾ പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കാനുള്ള തീരുമാനം ടൂറിസം രംഗത്തിന് ഊർജ്ജം പകരുകയാണ്. മലയോര പാതയും തീരദേശ പാതയും ദേശീയപാതയ്ക്കൊപ്പം പൂർത്തിയാകുന്നതോടെ ലോകോത്തര നിലവാരത്തിലേക്ക് കേരളത്തിലെ അടിസ്ഥാന സൗകര്യം ഉയരും. 50 കിലോമീറ്റർ ഇടവേളയിൽ വിശ്രമ സംവിധാനം ഉൾപ്പെടെയാണ് തീരദേശപാത വരുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ടൂറിസം രംഗത്ത് കേരളം മത്സരിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളുമായല്ല, മറിച്ച് വിദേശ രാജ്യങ്ങളുമായാണെന്നും മന്ത്രി പറഞ്ഞു. ഈ വികസനത്തിന് പൊതു സ്വകാര്യ പങ്കാളിത്തത്തിന്റെ പങ്ക് വളരെ വലുതാണ്. 2023 നടത്തിയ ടൂറിസം നിക്ഷേപക സംഗമത്തിന്റെ ഫലം ഉടൻ തന്നെ കേരളത്തിലെ ടൂറിസം മേഖലയ്ക്ക് അനുഭവിച്ചറിയാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു. മലബാറിനെ മികച്ച വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുന്നതിനായാണ് B2B മീറ്റ് സംഘടിപ്പിച്ചിരിക്കുന്നതെന്നും പ്രാദേശിക സേവനദാതാക്കൾ, പ്രമുഖ ടൂർ ഓപ്പറേറ്റർമാർ, ടൂറിസം മേഖലയിലെ വിദഗ്ധർ എന്നിവർ തമ്മിലുള്ള ബന്ധവും സഹകരണവും മെച്ചപ്പെടുത്തുന്നതിന് ഇത് വഴിയൊരുക്കുമെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. ടൂറിസത്തിൽ മികച്ച സാധ്യതകളാണ് മലബാറിനുള്ളത്. സംസ്ഥാനത്തെ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പട്ടികയിലേക്ക് മലബാറിനെയും ചേർക്കേണ്ടതുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.